ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ പ്രായം ഒരു പരിധിയല്ലെന്ന് തെളിയിക്കുന്ന ചില താരങ്ങളുണ്ട്. അവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവൻ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 40 വയസ്സിലെത്തിയിട്ടും അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസിലും ഫോമിലും ഒരു തരി പോലും കുറവില്ല. ഓരോ മത്സരത്തിലും ഗോളിനായി പോരാടുന്ന അദ്ദേഹത്തിൻ്റെ ഉത്സാഹം ഇന്നും നമുക്ക് കാണാം. സൗദിയിലെ അൽ നസർ എഫ്സിക്കായി അദ്ദേഹം ഇന്നും അത്ഭുത പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയാണ്. അതോടൊപ്പം പോർച്ചുഗൽ ദേശീയ ടീമിനായും അദ്ദേഹം ഇപ്പോഴും ഗോളുകൾ അടിച്ചങ്ങനെ പരമ്പരയായി തുടരുകയാണ്. ആകർഷകമായിട്ടുള്ള ശാരീരിക അവസ്ഥയും മനോവീര്യവും കൊണ്ട് അദ്ദേഹം ഇന്നും അനേകം യുവതാരങ്ങൾക്ക് പ്രചോദനമാകുന്നുണ്ട്. ലോകം തന്നെ കാണുകയാണ്. 4 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും റൊണാൾഡോക്ക് വിരമിക്കൽ എന്ന വാക്ക് എത്ര ദൂരം അപ്രസക്തമാണെന്ന്. പോർച്ചുഗലിൽ നടന്ന ചടങ്ങിൽ പ്രിവന്റീവ് ഗോളേജ് അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ റൊണാൾഡോയുടെ മുഖത്ത് തിളങ്ങിയത് വെറും ഒരു അഭിമാനമായിരുന്നില്ല. അതൊരു ദീർഘകാലമായിട്ടുള്ള സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു പ്രതിഫലനമായിരുന്നു. ലോകം മുഴുവൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. ഇതൊരു കരിയറിന്റെ അവസാനത്തിന്റെ അടയാളമല്ല. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മറിച്ച് വർഷങ്ങളോളം ഞാൻ ഫുട്ബോളിനായി ചെയ്ത പ്രയത്നങ്ങൾക്ക് ലഭിച്ച ഒരു അംഗീകാരമാണ്. അവാർഡ് കൈകളിൽ കിട്ടിയപ്പോൾ പോലും അദ്ദേഹം ഭാവിയെക്കുറിച്ചായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് റൊണാൾഡോയെ വേറിട്ടവനാക്കുന്നത് അദ്ദേഹം വിജയത്തിൽ ആനന്ദം കണ്ടെത്തുമ്പോഴും അടുത്ത ലക്ഷ്യത്തെ ലക്ഷ്യമിടുന്ന ഒരു പോരാളിയാണ് എന്ന കാര്യം തന്നെയാണ്. അവാർഡ് സ്വീകരിച്ച ചടങ്ങിൽ റൊണാൾഡോയുടെ പ്രസ്താവനകൾ ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ശ്രദ്ധ നേടാനുള്ള ഒരു അവസരമായി. ലക്ഷ്യങ്ങളെല്ലാം നേടിയെന്നും ഇനി വിശ്രമിക്കണമെന്നും കുടുംബം പറയുകയാണ്. അദ്ദേഹം തുടരുകയാണ്: പക്ഷേ എനിക്കതിനൊന്നും സാധിക്കില്ല. എനിക്കിന്നും കളിക്കാനുള്ള ആവേശം പഴയതുപോലെ വർദ്ധിക്കുകയാണ്. കുടുംബം ആശങ്കപ്പെടുമ്പോഴും റൊണാൾഡോയുടെ മനസ്സ് യുവതാരങ്ങളോടൊപ്പം കളിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ മികച്ച താരങ്ങളോടൊപ്പം ഇന്ന് തനിക്ക് മത്സരിക്കാനാകുമെന്ന ആത്മവിശ്വാസം അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ ഇന്നുമുണ്ട്. ഞാനിപ്പോഴും ക്ലബിനെയും രാജ്യത്തെയും സ്നേഹിക്കുകയാണ്. എനിക്ക് കളിക്കാനാവുമ്പോൾ എന്തിന് ഞാൻ മുന്നോട്ട് പോകാതിരിക്കണം എന്നത് അദ്ദേഹത്തിന്റെ ആത്മാഭിമാനപരമായിട്ടുള്ള ഒരു മറുപടിയാണ്. ലോകത്തിലെ ഏത് താരത്തിനും സുലഭമല്ലാത്ത ഒരു ലക്ഷ്യമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മുന്നോട്ട് വച്ചിരിക്കുന്നത്. 1000 ഗോളുകൾ എന്ന അത്ഭുതകരമായിട്ടുള്ള നേട്ടം. ജനങ്ങൾ പറയുകയാണ്, നിങ്ങളെല്ലാം നേടിയിരിക്കുകയാണ്, ഇനി നിർത്തുക എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ ഫുട്ബോളിൽ 1000 ഗോളുകൾ നേടും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിൽ ഗോളുകളുടെ എണ്ണം 940 പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇനി അദ്ദേഹത്തിന് ലക്ഷ്യത്തിലേക്ക് എത്താൻ വെറും 60 ഗോളുകൾ മാത്രം ദൂരെയാണ്. അത് നേടാൻ അദ്ദേഹത്തിന് ശേഷിയും മനോവീര്യവും ഉണ്ട് എന്നതിൽ സംശയവുമില്ല. ലോകമെമ്പാടുമുള്ള ആരാധകർ ഇന്ന് ആ കണക്കിനായി കാത്തിരിക്കുകയാണ്. ഏതൊരു ഫുട്ബോൾ ചരിത്രമാവും ശാരീരിക കഴിവിനൊപ്പം മാനസിക ശക്തിയുടെ സാക്ഷ്യപത്രമെന്ന്. എനിക്കിനി ഏറെ വർഷങ്ങൾ ബാക്കിയില്ല, റൊണാൾഡോ തുടർന്ന് പറയുകയാണ്. പക്ഷേ എനിക്കുള്ള കുറച്ച് വർഷങ്ങൾ ഞാൻ പൂർണ്ണമായും ആസ്വദിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഫുട്ബോളിനായി ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഓരോ പ്രാക്ടീസും ഓരോ മത്സരവും അദ്ദേഹത്തിന് ഒരു ആത്മീയമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത്. ഞാൻ എൻ്റെ മുഴുവൻ ശക്തിയും സമർപ്പിച്ചുകൊണ്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിരമിക്കുമ്പോൾ സംതൃപ്തനായി വിശ്രമിക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകൾ. അതിൽ പ്രകടമാകുന്നത് ഒരു യഥാർത്ഥ പോരാളിയുടെ മനസ്സ് എങ്ങനെയാവണമെന്നതാണ്. ജീവിതത്തിൻ്റെ അവസാനം വരെ പൂർണ്ണമായും അടങ്ങിയിട്ടില്ലാത്ത അതിജീവനത്തിൻ്റെ ഒരു മനോഭാവം. 2026 ലോകകപ്പ് റൊണാൾഡോയുടെ അവസാന ലോകകപ്പ് ആകുമെന്ന് ആരാധകർ കരുതുകയാണ്. അതിനെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കിയപ്പോൾ ലോകത്തെപ്പറ്റി ഞാനിപ്പോൾ ആലോചിക്കുന്നില്ല എന്നാണ് അഭിപ്രായപ്പെട്ടത്. ഇന്നാണ് അത് പ്രധാനപ്പെട്ടത്. ഓരോ ദിവസവും ഓരോ പരിശീലന സെഷനും ഞാൻ ആസ്വദിക്കുകയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ആ പഴയ സ്വപ്നം ഇന്നും തെളിഞ്ഞു നിൽക്കുകയാണ്. ലോകകപ്പ് കിരീടമുയർത്തുക, പോർച്ചുഗലിന്റെ ഫുട്ബോൾ ചരിത്രം മുഴുവൻ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്ന് പ്രചോദനം നേടിയതാണ്. ലോകകപ്പ് നേടുക എന്നത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. പക്ഷേ ഓരോ ഘട്ടവും പടിപടിയായി സ്വീകരിക്കപ്പെടുകയും ചെയ്യണം. അദ്ദേഹം പറയുന്നതും ഇങ്ങനെയാണ്. അത് അദ്ദേഹത്തിന്റെ വിനയവും പ്രൊഫഷണലിസവും കാണിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരിയറിലെ കണക്കുകൾ തന്നെ അദ്ദേഹത്തിന്റെ മഹത്വത്തെ തെളിയിക്കുന്നതാണ്. പോർച്ചുഗലിനായി 223 മത്സരങ്ങളിൽ നിന്ന് 141 ഗോളുകൾ അടിച്ചുകൂട്ടി. അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഗോൾ സ്കോററായി അദ്ദേഹത്തെ ഉയർത്തി കാട്ടിയിട്ടുമുണ്ട്. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലും ഏറ്റവും കുറഞ്ഞ ഗോളുകൾ നേടിയ താരമെന്ന നേട്ടവും അദ്ദേഹത്തിന്റെ പക്കലാണ്. ഹംഗറിക്കെതിരായ വിജയം അദ്ദേഹത്തിന്റെ 39ാമത്തെ യോഗ്യതാ ഗോളായി ചരിത്രം കുറിച്ചു. ക്ലബ്ബ് ഫുട്ബോളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, റയൽ മാഡ്രിഡ്, യുവന്റസ്, അൽ നസർ എല്ലായിടത്തും അദ്ദേഹത്തിന്റെ മായാജാലം ഇന്നും ഇന്ദ്രജാലം പോലെ നിലനിൽക്കുകയാണ്. ഗോളുകൾ എൻ്റെ ഭാഷയാണ് എന്ന പഴയ പ്രസ്താവനയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നത്തെ കാലഘട്ടത്തിലും യാഥാർത്ഥ്യമാക്കുന്നത്. 2023-24 സീസണിൽ അൽ നസർ എഫ്സിക്കായി കളിക്കുന്ന റൊണാൾഡോ 6 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകൾ അടിച്ചുകൂട്ടി. സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം തന്നെ ലോക ഫുട്ബോളിൽ പുതിയൊരു അധ്യായത്തെ തുറന്നു വെച്ചിട്ടുണ്ട്.
സൗദി ലീഗിന്റെ വളർച്ചയ്ക്കും അന്താരാഷ്ട്ര ശ്രദ്ധയ്ക്കും അദ്ദേഹത്തിന്റെ പങ്ക് അളവറ്റതാണ്. 2027 വരെ കരാർ നീണ്ടു നിൽക്കുന്നതിനാൽ അദ്ദേഹം അടുത്ത കുറച്ച് വർഷങ്ങൾ സൗദിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പരിശീലനത്തിൽ യുവതാരങ്ങൾക്ക് പ്രചോദനമായി തീരാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പ്രായം ഒരു തടസ്സമല്ല, അതൊരു ഉത്തരവാദിത്തമാണ് എന്നും റൊണാൾഡോ തുറന്നു പറയുകയാണ്. റൊണാൾഡോ വെറും ഒരു ഫുട്ബോൾ താരം മാത്രമല്ല, അതിജീവനത്തിന്റെ ആകാശങ്ങളിൽ അണയാത്തൊരു നക്ഷത്രമായി ഫുട്ബോൾ ലോകത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ നിലനിൽക്കുന്ന ഒരു സൂര്യോദയമാണ് ക്രിസ്ത്യാനോ എവാൻഡോ സാന്റോസ് ജൂനിയർ എന്ന നമ്മുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോ.